നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ ചർച്ചയാണ് ബി.ജെ.പി 400 നേടുമോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ബി.ജെ.പി കേവലം ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്തില്ല എന്ന് വാദിക്കുന്ന ചില CPM-കാരും പത്രക്കാരും ഒക്കെ ഉണ്ട്. അത്തരത്തിൽ വാദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാ തവണയും കേരളത്തിലെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കേരളത്തിലെ മീഡിയ എപ്പോഴും ബി.ജെ.പിക്ക് എതിരായതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി എന്ന് വരെ പ്രവചിച്ച എക്സിറ്റ് പോളുകൾ അടക്കം, അല്ലെങ്കിൽ കേരളത്തിലെ ഇലക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള പല വിശകലനങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ ബി.ജെ.പിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും ബി.ജെ.പി കേവലം ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും ഏതായാലും കഴിഞ്ഞ തവണ നേടിയതിലേറെ സീറ്റുകൾ ബി.ജെ.പി നേടുമെന്നുമാണ് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ പറയുന്നത്. പ്രശാന്ത് കിഷോറിനെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ, സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ പുലിയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ഒരു സ്ട്രാറ്റജി, ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മറ്റും തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് പ്രശാന്ത് കിഷോർ. പ്രശാന്ത് കിഷോർ 2012 ബി.ജെ.പിയുടെ സ്ട്രാറ്റജി തീരുമാനിച്ച ഒരാളായിരുന്നു. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം, പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ പ്രശാന്ത് കിഷോർ ഇത്തരത്തിൽ സ്ട്രാറ്റജി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മോദിക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സും തൽക്കാലം നിലവിലില്ല എന്ന് തന്നെയാണ്. ഏതെങ്കിലും നെഗറ്റീവ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ബദലില്ലെങ്കിൽ പോലും മറ്റൊരാളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങളിൽ മുകളിലുള്ള ഒരു വിരോധം ഇപ്പൊ ബി.ജെ.പിയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കഴിഞ്ഞ കുറെ നാളുകളായി ഭരിച്ചിട്ടും ഒരു തരത്തിലും എതിർപ്പില്ലാത്ത ജനങ്ങളെയാണ് കാണുന്നത് എന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ബി.ജെ.പിക്ക് ഏതായാലും കഴിഞ്ഞ തവണത്തെ പോലെ മോദിയില്ല, അത്തരത്തിലൊരു മോദി ഇല്ലെങ്കിലും മോദി എന്ന് പറയുന്നത് പകിട്ടില്ലെങ്കിലും തീർച്ചയായും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും പ്രശാന്ത് കിഷോറിനെ നമുക്ക് അറിയാവുന്നത് ബി.ജെ.പിയും തൃണമൂൽ കോൺഗ്രസിനെയും YSRCPയും ആം ആദ്മിയും DMKയും എല്ലാം വിജയത്തിലെത്തിച്ച ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശദീകരിക്കാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് അവഗാഹമുള്ള ഒരു സ്ട്രാറ്റജി തീരുമാനിക്കുന്ന ഒരാളായിരുന്നു പ്രശാന്ത് കിഷോർ. അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിന് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യാൻ അറിയാം എന്ന് നമുക്കേവർക്കും അറിയാം. ഏതായാലും 2012 ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച, ആ ക്യാമ്പയിനും ഒക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് പ്രശാന്ത് കിഷോർ. അതിനുശേഷം പ്രശാന്ത് കിഷോർ പല പ്രാദേശിക പാർട്ടികളോടൊപ്പം ചേർന്ന് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലൊക്കെ പല പ്രാദേശിക പാർട്ടികളും പ്രശാന്ത് കിഷോറിന്റെ സഹായം തേടാറൊക്കെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലും പ്രശാന്ത് കിഷോറിന്റെ താരപ്രചാരകനായി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരുന്നു. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രശാന്ത് കിഷോർ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കുന്നത് തീർച്ചയായും നരേന്ദ്രമോദി 400 സീറ്റ് നേടിയില്ലെങ്കിലും കേവലം ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. 400 സീറ്റ് നേടില്ല എന്ന് പറയുന്നുണ്ട്. മിഷൻ 400 എന്നത് നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ട്. നടപ്പാകില്ല എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വാദം. എന്നാൽ പോലും ബി.ജെ.പി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 400 സീറ്റിലധികം നേടിക്കൊണ്ട് ബി.ജെ.പി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും ബി.ജെ.പി വൃത്തങ്ങൾ പറയുന്നതും. ബി.ജെ.പി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ. അതും 2019 ഉണ്ടായിരുന്ന 303 സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് പ്രശാന്ത് കിഷോർ പറയുന്നത് അതിലേറെ സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെയാവും ബി.ജെ.പി അധികാരത്തിൽ വരിക എന്ന് തന്നെയാണ്. ഏതായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ അധികാരത്തിലിരിക്കുന്ന ആ രാഷ്ട്രീയ നേതാവിനോട് എന്തെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെങ്കിൽ ബദലില്ലെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്ത് മറ്റാരെങ്കിലും വിജയിപ്പിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അതിനുള്ള സാധ്യതയില്ല. നരേന്ദ്രമോദിയോട് ചെറിയ ചെറിയ പരിഭവമൊക്കെ ജനങ്ങൾക്കുണ്ടാകാം. എന്നാൽ നരേന്ദ്രമോദിയോട് ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ നരേന്ദ്രമോദി പോകണം എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന തരത്തിലുള്ള ഒരു വൈരാഗ്യം ജനങ്ങൾക്കില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി തന്നെ പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നത്. നിരാശയുണ്ട്, ആ ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാത്ത ചില ജനങ്ങൾക്കൊക്കെ നിരാശയുണ്ട്. പക്ഷേ അത് ഒരിക്കലും ദോഷകരമായി ബി.ജെ.പിയെ ബാധിക്കില്ല എന്നും പറയുന്നു. 370 സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെട്ടതിനാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്ന് അവർ ഒരിക്കലും പറയില്ല. ഏതായാലും അവർക്ക് ഭൂരിപക്ഷമായി 272 ലഭിക്കുമോ എന്ന് മാത്രമേ ജനങ്ങൾ നോക്കേണ്ടതുള്ളൂ എന്നുകൂടി പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ബി.ജെ.പി അല്ലാതെ മറ്റൊരു ബദലില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് പ്രശാന്ത് കിഷോർ.